സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ജീവിതം എന്താണെന്നറിയാത്ത പ്രായത്തിൽ തന്നെ എൻ്റെ ജീവിതം കൈവിട്ടു പോയൊരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ദൈവമായിട്ട് അയച്ചു തന്നൊരു ജിന്നുണ്ടായിരുന്നു. എനിക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു തരാനും എന്നെ ഞാനാക്കി മാറ്റാനും എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തരാനും വേണ്ടി ദൈവം അയച്ചു തന്നൊരു ജിന്ന്, എൻ്റെ കിതാബിലെ ജിന്ന്. എന്താ കമ്മലൊക്കെ നന്നായിണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണു? ജെറി എന്തേ? ഗുഡ് മോർണിംഗ് സാർ. ഇന്നിപ്പോ എന്താ ലേറ്റ് ആയേ? അല്ല സാർ, ഇന്ന് നേരത്തെ ഇറങ്ങണം പറഞ്ഞിട്ട് നേരത്തെ കുളിക്കാൻ കയറിയതാ. കുളിച്ചിറങ്ങിയതാ. അപ്പോൾ തലയിൽ സോപ്പ് ഇല്ല. അപ്പം എന്തായാലും കുളിച്ചിട്ടല്ല കയറാൻ പറ്റും. അപ്പം എങ്ങനെ ലേറ്റായി? ഇതൊക്കെ ഒരു കാരണാടോ. ഒരു മിനിറ്റ്. സാറിന് മുഖത്ത് വല്ലതും തേച്ചിട്ടുണ്ടോ? ആ വെളുത്തവരുണ്ടല്ലോ. നീ പോയേ നീ ക്ലാസ് പോയേ? ജെറി, ഗായത്രി വന്നിട്ടുണ്ടല്ലോ. കുറച്ചു നേരം മുമ്പ് എത്തിയുള്ളൂ. അല്ല, ശരിക്കും വെളുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ. സത്യം? കുട്ടു സോറി. എടാ പൊട്ടാ, നാണല്ലോ. എന്തോ ആടേത്? എടാ കൊരങ്ങ, എന്താണ് ആകെ മെലിഞ്ഞിരിക്കണല്ലോ? ഭക്ഷണം ഒന്നും കഴിക്കാറില്ലേ? അത് ദൃശ്യ, അത് പുതിയ അഡ്മിഷൻ, അതൊക്കെ വിട്. എന്താ ഫുഡ് ഒന്നുമില്ലേ? ഫുഡൊക്കെ കുറവാ. ശരി വാ, ഞാൻ ഒരു പുതിയ ഡ്രോയിങ് വരച്ചത് കാണിച്ചു തരാം. അല്ല, നീ എപ്പോഴും ഹെയർ സ്റ്റൈലൊക്കെ പറ്റിയേ? ആയിഷ, ദൃശ്യ.
ആ, എന്തടി ഉം. എന്ത് ഉം. ആ ആ. കുഞ്ഞു, ആ. ആ ഒരു മിനിറ്റ് ഇപ്പം. ഗായു നമുക്ക് ബ്രഷ് കഴുകാൻ പോവാ. ആ ഇപ്പം വരാം. ഓക്കെ. ഡാഡാ ഇങ്ങോട്ട് വാ. അതെ, നാളെ ഗായന്റെ ബർത്ത്ഡേയാ. ഓക്കെ. മനസ്സിലായല്ലോ? ഗായത്രിയുടെ ബേഡയാ. അതെ, ഗായത്രിയുടെ ബർത്ത്ഡേ. നമുക്കൊരു സർപ്രൈസ് ഉണ്ടാക്കാം Okay. അല്ലേ? ഓക്കെ. ഓക്കെ. കേക്കിന്റെ കാര്യം ഞാൻ ഓക്കെ, ഡെക്കറേഷന്റെ കാര്യം നിങ്ങൾ. ഡെക്കറേഷൻ നേരം ഞങ്ങൾ തരും, പക്ഷെ കേക്കിന്റെ ഒരു ആശിച്ച് നോക്കണം. ഓക്കെ ഡൺ. എന്തുവാണ് ഇത്? തട്ടിക്ക എന്റെ അമ്മേ, എന്താ ഞാനിപ്പോ തരാ? ഐ ലവ് യു. അത്രേ ഉള്ളൂ അല്ലേ? ഐഷ, ഐ ലവ് യു. ഓ സ്വീറ്റ്, ഐ ലവ് യു ടു. ഷോ കഷ്ടം. ഹലോ പപ്പ. താങ്ക് യു പപ്പ. എന്താ മാഷ പരിപാടി? ആ എന്നാ മാഷ പരിപാടിയൊക്കെ നടക്കട്ടെ, ഞാൻ ക്ലാസ് എത്തി, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാവേ. ലവ് യു പപ്പ. ഹാപ്പി ബർത്ത്ഡേ ഗായു. താങ്ക് യു അച്ചു. അച്ചോ. വെറുതെ വെറുതെ നിന്നെ പുണരും നിഴലായി മാറാൻ മനസ്സിൽ ജനലിൽ മോഹം നിറയും. വെറുതെ വെറുതെ നിന്നെ പുണരും നിഴലായി മാറാൻ മനസ്സിൽ ജനലിൽ മോഹം നിറയും. ഓർമ്മകളെ വേനൽ ചിറകുകളിൽ തൂവലുകൾ വാരിച്ചൊരിയൂ നീ. പൂവുകളെ നോവിൻ പടവുകളിൽ വീണലിയാൻ താനെ പൊഴിയൂ നീ. വെറുതെ വെറുതെ നിന്നെ പുണരും നിഴലായി മാറാൻ മനസ്സിൽ ജനലിൽ മോഹം നിറയും. ഇതെന്തുവാ അതൊക്കെ എടുത്ത് വെക്ക്. എന്തെങ്ങനെ നിക്കണേ? ഒന്നും ചെയ്യൂല. വെറുതെ വായി നോക്കാൻ മാത്രം അറിഞ്ഞ പോരാട്ടോ. സോറി, ഇതുകൂടി എടുത്ത് വെക്ക്. ഇതൊന്നുമില്ല, വെക്കടാ. ഞാനൊന്നും എടുത്തു വെക്കില്ല കേട്ടോ. വേണമെങ്കിൽ എടുത്തു വെച്ചാൽ മതി, എനിക്ക് ആവശ്യമൊന്നുമില്ല. ഇതൊന്നും എടുത്ത് വെക്ക്. ഞാൻ ആവശ്യം വരുമല്ലോ അല്ലേ? അവളൊക്കെ വരും. ആ ആ ആ, വന്ന ഇതാ ചെറി, നീ വരണില്ലേ? ഇല്ല, എനിക്ക് ഇത്തിരി വർക്ക് ഉണ്ട്, നിങ്ങൾ പോയിക്കോളാം, ഞാൻ വരാം. ശരി വരണേ. വാടാച്ചു, നമുക്ക് പോവാം. കുട്ടേട്ടാ, ആ. നിങ്ങൾ എന്താ പോവാഞ്ഞ്? അവിടെ പോയി വരുമ്പോഴേക്കും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആകെ വയ്യാതെ. അല്ലാതെ കാശില്ലാതല്ല അല്ലേ?
എല്ലാവർക്കും എന്നോട് മുടിഞ്ഞ സ്നേഹമൊഴി. ഞാൻ വേണ്ട നിർബന്ധിച്ചാൽ എന്തെങ്കിലും ചിലവാക്കും. അതുകൊണ്ട് അതിനേക്കാൾ നല്ലതല്ലേ പോതിരിക്കുന്നേ. അല്ല മാഷേ, അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി ഒന്നും തരാറില്ലേ? അതിനെനിക്കറിയില്ലല്ലോ. സെൻറ് ജോസഫ് പള്ളിയിൽ എൽദോ വികാരിച്ചൻ എന്നെ വളർത്തിയ ഏതോ തമിഴ് ഫാമിലി എന്നാ കേട്ടിട്ടുള്ളത്. പാലക്കാട് ഗവൺമെൻറ് ആശുപത്രിയില്ലേ, അവിടെ പുള്ളിക്കാർ ഇട്ടിച്ചു പോയി. ഞാനിപ്പോഴും തേടിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് വേണം എല്ലാ പോക്കറ്റ് മണികളും ഒരുമിച്ച് ഓടിക്കാൻ. ഹലോ. ആ പപ്പ, ആ ഇതാ വരണു. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരി, ആ പാനൽ എഴുതാൻ പോവാ. പോലോ. വാ. ഡാ, ആ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? നമ്മുടെ കുഞ്ഞു ഉം. പൊടിയല്ലേ? അടുത്ത മാസം അവളുടെ അച്ഛനും ഡിവോഴ്സ് ആവാൻ പോവാ. അത് വല്ല അറിയാം നിനക്ക്? നിങ്ങളുടെ സ്വത്തിന് വേണ്ടി എന്തിനാ എന്നെ ഉണ്ടാക്കിയെന്ന് ഒരു പാരൻസിനോട് ചോദിച്ചാൽ എത്രമാത്രം വിഷമം ഉണ്ടാകുന്ന അവർക്കറിയാം. ഇതാ, ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും തന്നെ മുഖം മൂടിയിട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ സങ്കടങ്ങളായാലും അവരുടെ വീർപ്പുമുട്ടലായാലും ആ മുഖംമൂടിക്കുള്ളിൽ അവരെങ്ങനെ ജീവിക്കും. എന്നിട്ട് അത് പുറത്ത് കാട്ടാതെ അതിനുള്ള ഉത്തരം തരാതെ അവരങ്ങനെ ജീവിക്കും. അതാണ് അവരുടെയൊക്കെ ലൈഫ്. ഹലോ. ഹലോ ജെറി. പറയാശി, ഹാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എവിടെയുണ്ട് ഇപ്പോൾ? ഇതാ, ഞാൻ നമ്മുടെ മഞ്ഞപ്പൂവിൻ്റെ അടുത്തുണ്ട്. നീ ഒന്ന് ഇങ്ങോട്ട് വാ. ആ ശരി, ഞാൻ ഇപ്പം കൊണ്ടുവരാം. വേം വാട്ടോ. അപ്പോൾ തന്നെ വരാം. എന്താണെന്നറിയില്ല ചേച്ചി, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയാം, ചെറിയേട്ടനില്ലാണ്ട് എനിക്ക് പറ്റില്ല. ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണം. ഇനി ചേച്ചി പറ, ഞാൻ എന്താ ചെയ്യാ? ഇനി നീ പറ, അവളെന്താ ചെയ്യണ്ടേ? നമ്മുടെ കുഞ്ഞല്ലേ, അല്ല ശരിയാക്കാം.
എന്താ മാഷേ, ഉറക്കൊന്നുമില്ലേ? അമ്മയുടെ തെറിയേക്കാതെ പോയി കിടന്നുറങ്ങിക്കോ. എൻ്റെ പൊന്നു ഹിറ്റ്ലറെ, ഇതൊന്ന് വരച്ച് തീർത്തോട്ടെ. ശരി ശരി, ആയിക്കോട്ടെ. എന്നെ ഇഷ്ടമാണോ? എന്നെ ഇഷ്ടമാണോ? നീ എന്ത് പറഞ്ഞാലും ശരി. ഐ ലവ് യു ജെറി, ഐ ലവ് യു ജെറി. അമ്മ. ഹലോ ഹലോ. ആ ആശ, ആ ആന്റി. അതെ, അവളുടെ കാര്യത്തിൽ ഞാൻ മാത്രമല്ല തീരുമാനം എടുക്കേണ്ടത്, അങ്ങേരും കൂടിയാ. ആ ചെക്കനോട് ഇങ്ങോട്ട് വരാൻ പറ, ബാക്കി നമുക്കപ്പോൾ സംസാരിക്കാം. എന്തുദ്ദേശത്തിലാ നീ ഇതൊക്കെ ചെയ്തേ? അല്ല, എനിക്ക് അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുക, എന്താ ഇതിന്റെ അർത്ഥം? അവൾക്ക് വയസ്സ് 16 ആയിട്ടുള്ളൂ. നാണല്ലല്ലോ നിനക്ക് ഇങ്ങനെ പെമ്പിള്ളാരുടെ പിന്നാലെ പോവാൻ. നീയൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തു കൂട്ടിയാ. നിന്റെ വീട്ടിലുമില്ലേ പെമ്പിള്ളാരൊക്കെ? ഓ, എവിടെ ഉണ്ടാവാനാ? അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിലല്ലേ ഇതിനെ പറ്റി വല്ലതും അറിയും. അതെ, ഒരു മിനിറ്റ്. ഞാനല്ല അവളെ പറയ പോയത്, ഇവളാണ് എൻ്റെ പറയുക വന്നത്. ദൃശ്യ ഒന്ന് ഓർത്തോ. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, അവൾ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അറിയോ? ഇല്ല, അറിയില്ല. നിങ്ങൾ അവളുടെ പ്രോബ്ലത്തെ പേരെ പോലെ ശ്രമിച്ചിട്ടുണ്ടോ? അതിന്റെ റീസൺ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം അവൻ ക്ലാസ് വിട്ടതിന് ശേഷം സ്കൂളിൽ എന്ത് സംഭവിച്ചു, ഇഷ്ടപ്പെട്ട ഫുഡ് എന്ത്, ഇഷ്ടപ്പെട്ട ടീച്ചർ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്നോ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം സ്നേഹത്തോടെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? അല്ല, നിങ്ങളെപ്പോഴും അവസാനം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചത്. സ്നേഹം കൊടുക്കണം നിങ്ങൾ തന്നെ. മതി, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഇനി മുതൽ അവളുടെ ജീവിതത്തിൽ നിന്നെ പോലെ ഒരുത്തേണ്ട ആവശ്യമില്ല. ഇനി നിന്റെ ലൈഫ് ഞാനല്ല, അവരാണ്. ഞാനല്ല, നിന്റെ ലൈഫിലെ ഒരു പാസഞ്ചർ മാത്രമാണ് ഞാൻ. നിനക്ക് അവരുണ്ട്. അച്ഛാ, ദാ.